ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനസ് മോനു വ്ളോഗ്. സദ്യക്ക് തയ്യാറാക്കിയെടുത്ത പുളിയിഞ്ചിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. ആകെ പ്രപഞ്ചങ്ങൾക്കെന്നും നീ നാഥനേ, ആകെയും കാരുണ്യം നൽകും ായിട്ടുള്ള ഇഞ്ചിക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. പുളിയിഞ്ചി തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മൺചട്ടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ചോപ്പ് ചെയ്ത ഒരു ബൗളോളം ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചി എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇഞ്ചി നന്നായിട്ട് തന്നെ മൂത്ത് വരേണ്ടതായിട്ടുണ്ട്. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. ഇഞ്ചി ചെറിയ രീതിയിലൊന്ന് മൂത്ത് വരുന്ന ടൈമിൽ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 3 പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 5 ചുവന്നുള്ളിയാണ് എടുത്തിട്ടുള്ളത്. കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യണേ. പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിനായിട്ട് ഇതിലേക്ക് സ്വല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ ഇളക്കി കൊടുക്കുക. ഇഞ്ചി ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ അടിക്ക് പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത ചേരുവകളെല്ലാം നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. പൊടികൾ കരിഞ്ഞു പോകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് തീ ഓഫ് ചെയ്ത് കൊടുക്കുന്നത്. മൺചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടായിരിക്കും. 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുത്ത മുളകിന് എരിവ് കൂടുതലാണെങ്കിൽ മുളക് പൊടിയുടെ അളവ് കുറയ്ക്കാവുന്നതാണ്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇഞ്ചിയും പുളിയൊക്കെ കഴിക്കുന്ന സമയത്ത് ഇഞ്ചിയൊക്കെ കടിക്കാൻ ഇഷ്ടപ്പെടാത്തവർക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നതിന് മുന്നോടിയായിട്ട് ഈ ചേരുവകളെല്ലാം കൂടി മിക്സി ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ചേർത്ത് കൊടുത്ത പൊടികളുടെ എല്ലാം പച്ചമണം മാറി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് പുളിവെള്ളമാണ്. ഒരു വലിയ ചെറുനാരങ്ങയുടെ വലിപ്പമുള്ള പുളിയാണ് ഞാൻ ഇതിനായിട്ട് ചേർത്തിട്ടുള്ളത്. ഇഞ്ചി മൂപ്പിച്ചെടുക്കുന്നതിന് മുന്നേ തന്നെ പുളിവെള്ളം തയ്യാറാക്കി വെച്ചിരുന്നു. നെല്ലിക്ക വലിപ്പമുള്ള പുളിയിലേക്ക് ചുടുവെള്ളമാണ് കുതിരാനായിട്ട് ഉപയോഗിച്ചത്. പുളിവെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. പുളിവെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികളൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക. വെറൈറ്റി ആയിട്ടുള്ള ഇഞ്ചിയും പുളി ഇതിനു മുന്നും തയ്യാറാക്കിയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. ഉലുവ പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പുളിയിഞ്ചിക്ക് ഒന്നുകൂടി ടേസ്റ്റ് കൂടുന്നതായിരിക്കും. ലൈക്ക് അടിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് കാണുന്ന ഹൈപ്പ് കൂടി പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. പുളിയിഞ്ചിയൊക്കെ തയ്യാറാക്കിയെടുക്കുന്ന സമയത്ത് നാടൻ രീതിയിൽ മൺചട്ടിയിൽ തയ്യാറാക്കിയെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. പുളിയിഞ്ചി കേടുകൂടാതെ ആഴ്ചകളോളം സൂക്ഷിക്കാൻ പറ്റിയ ടിപ്പ് കൂടി നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂണോളം കായംപൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ശർക്കരയാണ്. ശർക്കര ഇതുപോലെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നന്നായിട്ട് തന്നെ തിളച്ച് കുറുകി വരേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം.
പുളിയിഞ്ചി എല്ലാവരും തയ്യാറാക്കി നോക്കുന്നവരാകും. എന്നാലും ഈ രീതിയിൽ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി നന്നായിട്ട് തന്നെ തിളച്ച് വറ്റി വരുന്നുണ്ട്. നന്നായി കുറുകി വരുന്ന ടൈമിൽ നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഒരു താളിപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കടുക് ചേർത്ത് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിയിഞ്ചിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റോളം അടച്ച് വയ്ക്കാം. അതിനുശേഷം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ രീതിയിൽ പുളിയിഞ്ചി തയ്യാറാക്കിയിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിലോ കണ്ടെയ്നറിലോ ആക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ആഴ്ചകളോളം കേടുകൂടാതെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ബോട്ടിലൊക്കെ ആക്കി സൂക്ഷിക്കുന്ന സമയത്ത് നനവില്ലാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പുളിയിഞ്ചിയൊക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ബോട്ടിലിൽ നിന്നും പുളിയിഞ്ചി എടുക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ടീസ്പൂണുകളൊക്കെ നനവില്ലാതിരിക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ രുചികരമായിട്ടുള്ള പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. സദ്യക്കൊക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഇഞ്ചിക്കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. സദ്യ സ്പെഷ്യൽ പുളിയിഞ്ചി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള വളരെ രുചികരമായിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം. രുചികരമായിട്ടുള്ള ആ റെസിപ്പി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.